ചന്ദ്രൻ നാടർ വെണ്ണിയൂർ. ഭരണഘടന 76 വേളയിൽ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത രാഷ്ട്രം ഊട്ടിയുറപ്പിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുതൽ സംസാരിക്കുന്നു. ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. മഹാത്മാഗാന്ധി സോഷ്യലിസം എന്നത് ഒരു ജീവിത രീതി മാത്രമല്ല, അത് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളോടുള്ള ശാസ്ത്രീയ സമീപനം കൂടിയാണ്. ജവഹർലാൽ നെഹ്റു സാമൂഹിക ജനാധിപത്യം യാഥാർത്ഥ്യമാവാതെ ജനാധിപത്യം നിലനിൽക്കില്ല. എന്താണ് സാമൂഹിക ജനാധിപത്യം? സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം എന്നിവ ജീവിത തത്വമാണെന്ന് തിരിച്ചറിയുന്ന ജീവിത രീതിയാണ് സാമൂഹിക ജനാധിപത്യം. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ 1947 ആഗസ്റ്റ് 29 അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തത്. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ നിയമമന്ത്രിയും അദ്ദേഹമായിരുന്നു. 1951 മന്ത്രിസ്ഥാനം രാജിവെച്ചു. 1952 രാജ്യസഭാ അംഗമായി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ ഭരണഘടനാ നിർമ്മാണ സഭ എടുത്തത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ആകെ 11 സെക്ഷനുകളിലായി 165 ദിവസം സഭ സമ്മേളിച്ചു. 1946 ഡിസംബർ 13 സഭയിൽ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. 1947 ജാനുവരി 22 ഈ പ്രമേയം അംഗീകരിച്ചു. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി. 1947 ആഗസ്റ്റ് 29 BR അംബേദ്കർ അധ്യക്ഷനായിരുന്നു. ഭരണഘടനാ കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നു. 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് 6, കൊച്ചിയിൽ നിന്ന് 1, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധാനം ചെയ്ത് 9 പേരുമാണ് കേരളത്തിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നവർ. ഡോക്ടർ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത് അങ്ങനെ 17 പേർ. ഇവരിൽ 3 പേർ വനിതകളാണ്. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം A താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, അനി മസ്ക്രീൻ, KM മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദ മേനവൻ, മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, K മാധവ മേനവൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനവൻ, അബ്ദുൽ സത്താർ ഹാജി ഇസാഖ് സോറ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഡോക്ടർ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 395 വകുപ്പുകൾ, 12 പട്ടികകൾ.
ഒന്നാം പട്ടിക ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രണ്ടാം പട്ടിക രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. മൂന്നാം പട്ടിക സത്യപ്രതിജ്ഞകൾ. നാലാം പട്ടിക ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനം. അഞ്ചാം പട്ടിക പട്ടികവർഗ പ്രദേശങ്ങളുടെയും പട്ടികഗോത്രവർഗ പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകൾ. ആറാം പട്ടിക ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ച വ്യവസ്ഥകൾ. ഏഴാം പട്ടിക നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ മൂന്നിനം ലിസ്റ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ. എട്ടാം പട്ടിക ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ. ഒൻപതാം പട്ടിക ചില ആക്ടുകളുടെയും റെഗുലേഷനുകളുടെയും സാധൂകരണം. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒൻപതാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. പത്താം പട്ടിക കൂറുമാറ്റ നിരോധന നിയമം 1955 52 ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 11 പട്ടിക പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും 1992 73 ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 12 പട്ടിക മുനിസിപ്പാലിറ്റി നഗരപാലികകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും 1992 74 ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തോടാണ്. എല്ലാവരോടും നീതിപൂർവകമായ സമീപനം, എല്ലാവർക്കും തുല്യ അവസരം നൽകൽ, പൗരന്മാരോട് ധാർമ്മിക ബോധത്തോടുകൂടിയ സമീപനം, അധംസ്ഥിതർക്ക് പ്രത്യേക പരിഗണന തുടങ്ങിയ ആശയങ്ങൾക്ക് കടപ്പാട് ഉപനിഷത്തുകളോടാണ്. കൂടാതെ നിരവധി ആശയങ്ങൾ മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് കടം എടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നും കടം എടുത്ത ഏക പൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, പാർലമെന്ററി ജനാധിപത്യം, പ്രധാനമന്ത്രി, രാഷ്ട്രത്തലവന് നാമമാത്രം അധികാരം, തിരഞ്ഞെടുപ്പ് സംവിധാനം, കാബിനറ്റ് സമ്പ്രദായം, കൂട്ടുത്തരവാദിത്വവും കമ്മിറ്റി സമ്പ്രദായം, സ്പീക്കറും അദ്ദേഹത്തിൻ്റെ ചുമതലകളും, മണ്ഡല പാർലമെൻ്ററി. ഭരണഘടനയിൽ USA സ്വാധീനം. മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, പ്രസിഡന്റ്, സായുധ സേനകളുടെ തലവൻ, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ. ലിഖിത ഭരണഘടന. രാഷ്ട്രത്തലവൻ, പ്രസിഡന്റ് എന്ന പേര്. സുപ്രീം കോടതിക്ക് ഭരണഘടന വ്യാഖ്യാനം ചെയ്യാൻ അധികാരം. ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര്. സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിമണ്ഡലം രാജ്യസഭ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ. കാനഡ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ. കാനഡയിൽ നിന്നും കടം എടുത്തു. കേന്ദ്രത്തിന് അവശിഷ്ട അധികാരങ്ങൾ. കാനഡയിൽ നിന്ന് കടമെടുത്തു. അനുച്ഛേദം 356 അടിയന്തരാവസ്ഥ. ജർമ്മനിയിൽ നിന്നും കടം എടുത്തു. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടം എടുത്തു. മൗലിക കർത്തവ്യങ്ങൾ. USSR മുൻ റഷ്യയിൽ നിന്നും കടം എടുത്തു. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ. അയർലാൻഡിൽ നിന്നും കടം എടുത്തു.